വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിന്റെ വലിയ കൃപയാൽ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി ദാനമായി തന്നു. നമ്മുടെ കർത്താവിന്റെ കൂട്ടായ്മ എത്ര അനുഗ്രഹമാണ്. ദൈവസന്നിധി എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ പരിപൂർണതയാണ്. ഇന്ന് ജനങ്ങൾ അനേക നിലകളിൽ അസമാധാനത്തിലും അതൃപ്തിയിലും അസന്തുഷ്ടിയിലും ഭയാനകമായ ഒരവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ അതിൻ്റെ എല്ലാം മധ്യത്തിൽ കർത്താവിനോടുള്ള വാസം അതെത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ്. അത് വളരെ നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്ത ശ്രേഷ്ഠമായ അനുഭവമുള്ളതാണ്. എന്നാൽ ദൈവസന്നിധിയോട് അടുത്ത് വരുവാൻ പലരും താല്പര്യപ്പെടുന്നില്ല. കാരണം ശത്രു അവരെ വഞ്ചിക്കുക. ഈ മരുഭയാത്രയിൽ ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് ദാനമായി തന്നു. ഇന്നത്തെ ദിവസം നമുക്ക് വീണ്ടും ദൈവവചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് കർത്താവ് അവസരം തന്നിരിക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലേക്ക് ഒരു യാത്ര ചെയ്യുകയുണ്ടായി. ഈ യാത്രയുടെ മധ്യത്തിൽ എനിക്ക് അനുഭവമായ ഒരു പ്രത്യേക കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ തിരിച്ചറിയാത്ത അല്ലെങ്കിൽ ദൈവമായി അംഗീകരിക്കാൻ കഴിയാത്ത അനേകരെ കണ്ടെത്താൻ ഇടയായി. അവരുടെ സംഭാഷണങ്ങളിലൂടെ കർത്താവായ യേശു ക്രിസ്തു ശരിക്കും യഥാർത്ഥത്തിലുള്ള ദൈവമല്ല അല്ലെങ്കിൽ ദൈവപുത്രനല്ല എന്നുള്ള ആ ഒരു അവസ്ഥ അവരുടെ ജീവിതത്തിൽ കാണാനിടയായി. അത് ചില ക്രിസ്ത്യാനികളെന്ന് പറയുന്നവരുടെ സംസാരത്തിൽ പോലും ആ കാര്യം അങ്ങനെ തെളിഞ്ഞു വരുവാനിടയായതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് പുത്രനായ ദൈവം എന്നുള്ള കാര്യമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവം. 3 ദൈവങ്ങളല്ല, 3 ദൈവത്തിൽ 3 വ്യക്തികളുണ്ട്. ആ 3 വ്യക്തികൾ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം, അങ്ങനെ ത്രിയേക ദൈവം എന്നുള്ള ആ ഒരു വലിയ യാഥാർത്ഥ്യം അതൊന്ന് ഗ്രഹിക്കുക എന്നുള്ളത് സാമാന്യ ബുദ്ധിയിൽ കഴിയുന്നൊരു കാര്യമല്ല. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ മാത്രം ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ യഥാർത്ഥ ദൈവമാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം ഇന്ന് ഈ ദിവസങ്ങളിൽ തരണം എന്നെനിക്കൊരു അങ്ങനെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു വലിയ ഭാരം കർത്താവ് എനിക്ക് തന്നു. കേൾക്കുന്ന നിങ്ങൾക്ക് ഈ കാര്യത്തിൽ വളരെ വ്യക്തത ഉള്ള ഒരു നല്ല ഉറപ്പുണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുക. നിങ്ങളതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധമായിട്ട്, ചിലര് യേശു ക്രിസ്തുവിനെ പിതാവിനേക്കാൾ അല്പം കുറഞ്ഞവനായി കാണുന്നു, പരിശുദ്ധാത്മാവിനെ ദൈവമായിട്ട് കാണുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ അറിവില്ലായ്മ. എന്നാൽ ആ ദൈവത്തിൽ 3 ആളത്വങ്ങളുണ്ട്. അത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന നിലയിലാണ്. അപ്പോൾ നമുക്കറിയാം, ആശീർവാദ വചനങ്ങളൊക്കെ പറയുന്നത് പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും എന്ന്. അപ്പം ഈ 3 എടുത്താ പറയുന്നത്. ഈവൻ പിന്നെ കർത്താവ് തന്നെ കൽപ്പിച്ചത് തൻ്റെ ശിഷ്യന്മാരോട് നിങ്ങൾ സ്നാനം കൊടുക്കുമ്പോൾ, നമുക്കറിയാം മത്തായി 28:19 നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്താൻ പറഞ്ഞു, നാമങ്ങളിൽ അല്ല. നിങ്ങൾ പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവരെയും ശിഷ്യരാക്കി സ്നാനപ്പെടുത്താൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്ന സാരം എന്ന് പറഞ്ഞാൽ അത് ഒന്നിൽ ആയിത്തീരുന്ന അല്ലെങ്കിൽ ഒന്നായിത്തീരുന്ന ഒരവസ്ഥയാണ്. ആദാമും ഹവ്വായും ഏകദേഹമായി തീർന്നു എന്നതുപോലെ ഏകം എന്നുള്ള ഒരു കാര്യമാണ്. ദൈവം ത്രിയേകനാണ് ഈ കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് പുത്രനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയാം എന്ന് വിചാരിക്കുക. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമങ്ങൾ, കർത്താവായ യേശു ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന നാമങ്ങൾ താൻ ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്നവയാണ്. നമുക്കറിയാം, പിന്നെ സന്നിധിയിൽ സംഘം കർത്താവായ യേശു ക്രിസ്തുവിനെ തന്റെ മുമ്പിൽ വിസ്തരിക്കുമ്പോൾ അവരെല്ലാവരോടും കൂടി ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്. ആ ചോദ്യം നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം
66 വാക്യത്തിന്റെ ബി പാട്ട് മുതൽ ഞാൻ വായിക്കാം. അതിന്റെ അവസാന ഭാഗം മുതൽ. നീ ക്രിസ്തു എങ്കിൽ ഞങ്ങളോട് പറയുക എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഞാൻ ചോദിച്ചാൽ ഉത്തരം പറയുകയുമില്ല. എന്നാൽ ഇന്നു മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലത്തുഭാഗത്തിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ തന്നെ കുറിച്ച് പറയുമ്പോഴൊക്കെ താൻ അധിക സമയം പറയാറുള്ളത് മനുഷ്യപുത്രൻ എന്നുള്ള പ്രയോഗമാണ്. എന്നിട്ട് ഉടനെ തന്നെ, എന്നാൽ നീ ദൈവപുത്രൻ തന്നെയോ എന്ന് എല്ലാവരും ചോദിച്ചതിന്, അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞിരുന്ന വ്യത്യസ്തമായ നിലയിലാണ് അവർ ചോദിക്കുന്നത്. അവരുടെ വാക്കുകൾ മുഴുവനും കർത്താവ് തന്നെ ദൈവമാക്കി എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അതുകൊണ്ട് അവരുടെ സംശയം തീർക്കാൻ ചോദിക്കുകയാണ്, എന്നാൽ നീ ദൈവപുത്രൻ തന്നെയോ എന്ന് എല്ലാവരും ചോദിച്ചതിന് നിങ്ങൾ പറയുന്നത് ശരി, ഞാൻ ആകുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവപുത്രനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചിന്തിക്കുക, അപ്പോൾ കർത്താവ് ദൈവപുത്രൻ ആകുന്നു എന്ന്. അപ്പൊ ദൈവപുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, യഹൂദന്മാർക്ക് ആ വിഷയത്തിലൊക്കെ ഒരു സംശയമില്ല. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവമാണെന്നാണ്. അത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ട് യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു. നോക്കണം, ആ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം. അത് യഹൂദന്മാർക്ക് അത് ആഴമായിട്ട് മനസ്സിലാവും. നമുക്കത് മനസ്സിലാക്കാൻ സ്വല്പ പ്രയാസമുണ്ട്. എന്നാൽ അവരുടെ പഠിപ്പിക്കലുകളൊക്കെ അനുസരിച്ച് ഒരാള് ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ അവൻ സ്വയം ദൈവമായിട്ട് തന്നെ പ്രസ്താവിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇവിടെ അവർ പറയാണ്, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ട് യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു. നമ്മൾ അതേ യോഹന്നാൻ 10-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 10-33. യഹൂദന്മാർ അവനോട്, നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദൂഷണം നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ടുമത്രേ. ഉണ്ടോ? അപ്പോൾ അവർ പറയാണ്, ഞങ്ങൾ നിന്നെ കല്ലെറിയാൻ നോക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ടത്രേ. എന്ന് പറഞ്ഞാല് താൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു കാര്യം വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു, ഞാനാണ് സാക്ഷാൽ ദൈവം, ദൈവം മനുഷ്യനായി വന്നവനാണ്. ഇത് യഹൂദന്മാർക്ക് വ്യക്തമായി മനസ്സിലായി. ചിന്തിക്കാൻ പറയുമ്പോഴേ, അപ്പോൾ ദൈവപുത്രൻ എന്ന ഈ നാമത്തിൽ തന്നെ കർത്താവായ യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ളത് വ്യക്തമാക്കിയ. അപ്പം നമുക്കറിയാം, ഏത് കാലഘട്ടത്തിലുള്ള ജനങ്ങൾക്ക് ദൈവത്തെ കാണുവാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു, ദൈവത്തെ കാണുവാനുള്ള വലിയ വാഞ്ചയുണ്ടായിരുന്നു. അപ്പോൾ ആ ദൈവത്തെ ഈ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ഒരു മനുഷ്യനും കഴിയുകയുമില്ല. കാരണം മനുഷ്യനെല്ലാം ജനനത്തിലെ പാപികളാണ്. പാപിയായ മനുഷ്യന് ദൈവത്തെ വെളിപ്പെടുത്തി ജീവിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ സാക്ഷാൽ ദൈവം ജഡമെടുത്ത് നമ്മുടെ മധ്യത്തിൽ വന്നു. അപ്പൊ ആ ജഡമെടുത്ത് വന്ന ആ ഏകജാതൻ, അതുകൊണ്ടാണ് കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഏകജാതനായ പുത്രൻ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം ഇത് 2-ാമത്തെ പേരാണ്, ഏകജാതനായ പുത്രൻ. നമ്മൾ ശ്രദ്ധിക്കണം, വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം, അപ്പം നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ ആദി ഏതാദിയാ? ഏറ്റവും ഒന്നാമത്തെ ആദി എന്ന് പറയുന്നത് നമ്മൾ വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുമ്പോൾ നമുക്കറിയാം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ ആദിയാണോ? അല്ല, ഇത് സൃഷ്ടിപ്പിന്റെ ആദിയാണ്. ഇവിടെ പറയുന്ന ആദി എന്ന് പറയുന്നത് അനാദി ആദിയാണ്. എന്ന് പറഞ്ഞാല് ഒരു ആരംഭവും ഇല്ലാത്തൊരാദി. അങ്ങനെ ഒരു ആദിയിൽ വചനമുണ്ടായിരുന്നു, ഉണ്ടായി എന്നല്ല, ഉണ്ടായിരുന്നു. ഈ ആദിയിലും എന്ന് പറഞ്ഞാല് നമ്മൾക്ക് എത്രമാത്രം പുറകോട്ട് പോകാൻ കഴിയുമോ അതിന്റെ എല്ലാ അപ്പുറത്തും ഉണ്ടായി എന്നല്ല, ഉണ്ടായിരുന്നു. ഇവിടെ വായിക്കുന്നതാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. നോക്കുക,
അപ്പം ആ ദൈവമായിരുന്ന വചനം അതിന്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്നു, വചനം ജഡമായി തീർന്നു. വചനം ജഡമായി തീർന്നു. അപ്പം മനുഷ്യനോട് ഇടപെടുവാൻ, മനുഷ്യനെ തന്നെ വെളിപ്പെടുത്തുവാൻ അവിടെ എന്തായി തീർന്നു? ജഡമായി തീർന്നു. അപ്പോൾ ഈ ജഡമായി തീർന്ന ഈ അവസ്ഥയ്ക്കാണ് ഏകജാതനായ പുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏകജാതനായ പുത്രൻ. ഏകജാതനായ പുത്രൻ ആദ്യജാതനായി തീർന്നത് എപ്പോഴാണെന്നറിയാമോ? അതൊരു വലിയ പഠനം തന്നെയാണ്. അപ്പൊ ഈ ഏകജാതനായ പുത്രൻ ആദ്യജാതനായത് താൻ ഈ ലോകത്തിൽ വന്ന് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവിടുന്ന് ആദ്യജാതനായി തീർന്നു. ആദ്യജാതൻ എന്ന് പറയുമ്പോൾ വീണ്ടും അനേക പുത്രന്മാരുണ്ട് എന്നുള്ളതാണ് ആദ്യജാതൻ. അതും റോമാലേഖനം അതിന്റെ 8-ാം അധ്യായം 29-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായും കാണാൻ കഴിയുന്നത് എന്താണെന്നറിയാമോ? മുന്നറിഞ്ഞവര് തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവമക്കളായി നമ്മളെല്ലാവരും മനസ്സിലാക്കണം, നമ്മളെല്ലാവരും ഒരിക്കൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ തന്നെ ആയിത്തീരാൻ പോകുകയാണ്. ഇവിടെ അവിടുത്തെ വചനം പറയുന്നത് അവൻ എന്ത് ചെയ്യുകയാണ്? മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. നോക്കണം, നമുക്കെല്ലാവർക്കും ആ നിയമനം ലഭിച്ചിരിക്കുക. അവിടുന്ന് ആദിജാതനായത് എപ്പോഴാണ്? മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റപ്പോൾ. അത് നിങ്ങൾക്കറിയാമായിരിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം അതിന്റെ 33-ാം വാക്യത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ഇത് എപ്പോഴുള്ള സംഭവത്തെ കുറിച്ചാ? മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റതിനാൽ. അതിന്റെ 32-ാം വാക്യം, ദൈവം പിതാക്കന്മാരുടെ ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു. നോക്കാം, ഈ ഉയർത്തെഴുന്നേൽപ്പാണ് എന്താക്കിയത്? യേശുക്രിസ്തുവിനെ ഏകജാതനായ പുത്രൻ എന്നതിൽ നിന്നും വ്യത്യസ്തനായി ആദിജാതനാക്കി മാറ്റിയത്. മരിച്ചവരുടെ ഇടയിൽ നിന്നും ആദ്യനായി ഉയർത്തെഴുന്നേറ്റവൻ. അപ്പോൾ നമുക്ക് ചില സംശയം ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ അതിനു മുൻപ് കർത്താവ് യായിറോസിന്റെ മകളെ ഉയർത്തെഴുന്നേൽപ്പിച്ചില്ലേ? നയ്യനിലെ വിധവയുടെ മകനെ ഉയർത്തെഴുന്നേൽപ്പിച്ചില്ലേ? ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചില്ലേ? അവരൊക്കെ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാല് അവര് അതേ ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റു, അവര് വീണ്ടും മരിച്ചു. എന്നാൽ ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള ഒരു ഉയർപ്പിനെ കുറിച്ചല്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് എന്ന് പറഞ്ഞാൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിനു കൂടിയാണ്. പിന്നെ തനിക്ക് മരണമില്ല. അതേ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ ആകാൻ പോകുകയാണ്. വാസ്തവത്തിൽ നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ദൈവവചന വെളിച്ചത്തിൽ ശരിയാവണമെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവമായാൽ എപ്പോഴും നിത്യതയെക്കുറിച്ച് അറിയുവാനായിട്ട് ആഗ്രഹിച്ചേനെ. അപ്പോൾ വളരെ വ്യക്തമായിട്ടും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്തിനു വേണ്ടിയുള്ളവരാണ്? ഈ പുത്രനോട് അനുരൂപരായി തീരുവാൻ നിയമിക്കപ്പെട്ടവരാണ്. അതിനുള്ള ഒരു വലിയ നിയുക്തി, ഒരു അപ്പോയിന്റ്മെന്റ് നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്. നമ്മൾ ഏറെ താമസിയാതെ കർത്താവിന്റെ വരവിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്ന നമ്മൾ രൂപാന്തരം പ്രാപിച്ച് വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. എത്ര വിലപ്പെട്ട കാര്യമാണ് അത്. നമ്മൾ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16, 17, 18 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. ഞാൻ എല്ലാ വാക്യങ്ങളും ഇപ്പോൾ വായിപ്പിക്കുന്നില്ല, കാരണം നമുക്കതിനുള്ള സമയമില്ലല്ലോ. അപ്പോൾ ചിന്തിക്കുക, വളരെ ഗഹനമായിട്ട് അറിയേണ്ട കാര്യമാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഏകജാതനായ ഈ പുത്രൻ അവിടുന്ന് എന്ത് ചെയ്തു? ദൈവത്തെ വെളിപ്പെടുത്തുവാൻ. സത്യദൈവം ആരാണ്? നമുക്കറിയാം, ഇന്നുള്ള മതങ്ങളെല്ലാം ദൈവാന്വേഷണത്തിന്റെ ഫലങ്ങളാണ്. ദൈവത്തെ കണ്ടെത്തുവാൻ അവർ ആഗ്രഹിച്ച് മുന്നോട്ട് പോയപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ്. എന്നാൽ അവർക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി തീർന്നു. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, മൃഗം, പക്ഷി, ഇടജാതി എന്നിവയുടെ രൂപസാദൃശ്യത്തിലേക്ക് മാറ്റിക്കളഞ്ഞു എന്ന് നമ്മൾ റോമാലേഖനം 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം,
നമ്മൾ വളരെയധികം ഈ കാര്യത്തിലൊക്കെ വളരെ ഗൗരവമുള്ളവരായിരിക്കണം. നമ്മൾ ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. ആ വാസ്തവത്തിൽ ആ പ്രയോഗങ്ങളൊക്കെ എത്ര ഭയങ്കരമല്ലേ. അവർ എന്ത് ചെയ്തു? അക്ഷയനായ ദൈവത്തെ അവര് 22-ാം വാക്യം ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് റോമാലേഖനം 1-ാം അധ്യായം 22-23 വാക്യം ഞാൻ വായിക്കുന്നത്. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അയ്യോ, ഞാനിങ്ങനെ പോന്നപ്പോഴും വഴി യാത്രയിൽ ട്രെയിനിൽ ചില ഹിന്ദു വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സഹോദരിമാരും അമ്മച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അവര് ഇങ്ങനെയുള്ള കാര്യങ്ങളിലോടൊക്കെ പറഞ്ഞപ്പോൾ അവർക്കത് കൈക്കൊള്ളുവാനായിട്ട് കഴിയുന്നില്ല. കാരണം പാരമ്പര്യമായിട്ട് ആചരിച്ചു പോരുന്ന ആ ആചാരങ്ങളെയൊക്കെ അവർ സത്യമല്ല തെറ്റാണെന്നുള്ളത് വെളിപ്പെടുത്തി കൊടുത്തിട്ട് പോലും അത് അംഗീകരിക്കാനുള്ളൊരു മനസ്സില്ല. നോക്കുക ദൈവമക്കളെ, നമ്മൾക്ക് ലഭിച്ച ദൈവകൃപ, ഇത് ദൈവത്തിന്റെ കൃപ ലഭിക്കാതെ, ദൈവം നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കാതെ ഈ ആത്മീയ സത്യങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിന്റെ യാഥാർത്ഥ്യം. ഈ കൃപ ലഭിച്ചവർക്ക് ഇങ്ങനെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ കർത്താവിന്റെ കൃപ ലഭിച്ചവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപ, നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹം, ദൈവത്തിന്റെ ദയ, കരുണ, അതൊക്കെ എത്ര അവർണ്ണനീയമാണ്. അങ്ങനെ ദൈവത്തിന് നമ്മളോട് മനസ്സിലേക്ക് തോന്നിയില്ലായിരുന്നെങ്കിൽ നമുക്ക് സത്യദൈവത്തെ പിൻപറ്റുവാൻ കഴിയില്ലായിരുന്നു. ഈ പ്രത്യാശയുള്ളൊരു ജീവിതം. ഇവരിതെല്ലാം ചെയ്തിട്ട് ഞാൻ ചോദിച്ചു, മരിച്ചവരോട് അറിയത്തില്ല. കാരണം ദൈവത്തെ അറിയത്തില്ലാത്തവർക്ക് എന്ത് പ്രത്യാശയുണ്ട്? ദൈവത്തിനല്ലാതെ മറ്റാർക്ക് പ്രത്യാശ നൽകാൻ കഴിയും? ചിന്തിക്കണേ, വളരെ ഗൗരവമായി ചിന്തിക്കണം. എന്നിട്ട് ദൈവത്തെ കാണണം, അറിയണമെന്ന് മനുഷ്യന്റെ ഉള്ളിൽ എപ്പോഴും ഒരു വാഞ്ചയുണ്ട്. അതെല്ലാ മനുഷ്യർക്കും ഉണ്ട്. കാട്ടിൽ പാർക്കുന്ന മനുഷ്യർ പോലും ഉണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കാൻ ദൈവത്തിനും പ്രസാദം തോന്നി. അതുകൊണ്ട് തന്നെ ദൈവം, സാക്ഷാൽ ദൈവം എന്ത് ചെയ്തു? ജഡം, ആ വചനം ജഡമായി തീർന്നു. നോക്കണം, വചനം ജഡമായി തീർന്നു. എന്നിട്ട് അതിന്റെ 18-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഈ പിതാവായ ദൈവത്തെ അവന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തെ കാണാനുള്ള ഒരു വലിയ ആഗ്രഹം ഏത് തലമുറയിലും ജീവിച്ച ജനങ്ങൾക്കുണ്ടായിരുന്നു. അതിനൊരു വലിയ തെളിവാണ് ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇയ്യോബ് പറയുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 23-ാം അധ്യായം 3-ാം വാക്യത്തില് അവനെ എവിടെ കണ്ടെത്താൻ കഴിയുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എനിക്ക് കാണാൻ കർത്താവിനെ ഒന്ന് കാണണം. നോക്കണേ, ആ കർത്താവിനെ ഒന്ന്, ദൈവത്തെ ഒന്ന് കാണുവാനുള്ള വലിയ ഹൃദയവാഞ്ച വളരെ വിലപ്പെട്ട കാര്യമാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ദൈവത്തിന്റെ കൃപ വായിച്ച ദൈവമക്കളെ, നമ്മൾ എത്രമാത്രം ദൈവത്തെ സ്തുതിച്ചാലും മതി വരുമോ? അവനെ എവിടെ കാണുമെന്നറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഇയ്യോബിന്റെ പുസ്തകം 23-ാം അധ്യായം 3-ാം വാക്യം, 23-ാം അധ്യായം 3-ാം വാക്യം, അതിന്റെ ആദ്യ ഭാഗം പറയാണ്, അവനെ എവിടെ കാണുമെന്നറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്ത് വില കൊടുത്തും ഈ ദൈവത്തെ ഒന്ന് അറിയുവാനുള്ള വലിയ ഹൃദയവാഞ്ച ഇയ്യോബിനെ ഭരിച്ചിരുന്നു. ദൈവമക്കളെ, നമ്മുടെ കാര്യം മനസ്സിലാക്കണം. ഇന്ന് യഥാർത്ഥത്തിൽ നമുക്ക് കർത്താവിനെ ലഭിച്ച ദൈവമക്കൾക്ക് വീണ്ടും ഈ കർത്താവിനെ അറിയാനുള്ള ആഗ്രഹം വർദ്ധിക്കുന്നുണ്ടോ? നമ്മൾ എത്രയെല്ലാം അറിഞ്ഞാലും നമ്മുടെ അറിവിനൊരു വളരെ പരിമിതിയുണ്ട്. അപ്പോൾ പരിമിതിയില്ലാത്ത ദൈവത്തെ, പരിമിതിയുള്ള നമുക്ക് എല്ലാ നിലയിലും പൂർണ്ണമായും മനസ്സിലാക്കുവാൻ കഴിയില്ല. എന്നാൽ തിരുവചനത്തിലൂടെ നമുക്കൊരു അതിൽ വളരുവാനായിട്ട് കഴിയും. അപ്പോൾ ഏത് കാലഘട്ടത്തിലും നമുക്കറിയാം. പിന്നെ പുറപ്പാട് പുസ്തകത്തില് 33-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തില് പിന്നെ മോശയ്ക്കൊരു വലിയ ആഗ്രഹം ദൈവത്തോട് താൻ പ്രകടിപ്പിച്ചു. പുറപ്പാട് പുസ്തകം അതിന്റെ 33-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം ഞാൻ വായിക്കാം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്:
അതിന്റെ പരിണതവാക്യം, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിക്കുക. നിന്റെ തേജസ്, ദൈവത്തെ ഒന്ന് കാണുവാൻ. അപ്പൊ യഥാർത്ഥ ഭക്തന്മാരുടെയൊക്കെ ഉള്ളിൽ ഈ ദൈവത്തെ കാണുവാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്കറിയാം, പിന്നെ ഫിലിപ്പോസ് കർത്താവിനോട് പറയുന്നത് എന്താ? നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ, ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, എന്നാ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. അതിന്റെ ഉത്തരം നിങ്ങൾക്കറിയാം. അവിടെ കർത്താവ് എന്താ പറഞ്ഞേ? യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളുടെ കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു. എത്ര വലിയ കാര്യമാ നോക്കുക. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്ന യഥാർത്ഥ ദൈവമാ. യഥാർത്ഥ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാ. അങ്ങനെയൊരു വ്യക്തിത്വത്തെ നമുക്ക് കാണാനായി കഴിയില്ല. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ചില ഭാഗത്തൊക്കെ ദൈവത്തെ കണ്ടു എന്നുള്ളതിൽ പഴയ നിയമത്തിൽ നമുക്ക് പല ഭാഗങ്ങൾ, ഉൽപ്പത്തിയില് നമുക്ക് 32:30, അത് പുറപ്പാട് 24:10, ഇങ്ങനെ ചില ഭാഗങ്ങളിലൊക്കെ ദൈവത്തെ കണ്ടു എന്ന് തോന്നാവുന്ന ചില പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ ഭാഗങ്ങളിലെല്ലാം ദൈവത്തെ ചില പ്രത്യേക വിധത്തിൽ കണ്ടു എന്നല്ലാതെ ദൈവത്തിന്റെ മഹത്വത്തിൽ അവരാരും കണ്ടില്ല. ദൈവത്തിന്റെ ശരിയായ രൂപം എങ്ങനെയെന്ന് നമുക്കറിയില്ല. നമുക്കറിയാം, പുതിയ നിയമത്തിൽ കർത്താവിനെ പറഞ്ഞു ദൈവം ആത്മാവാകുന്നു. അപ്പം ദൈവം ആത്മാവാകുന്നു എന്ന് പറയുമ്പോൾ ആ രൂപത്തെ അതിനെ നമുക്കൊരു രൂപമായി കാണുവാനോ മനസ്സിലാക്കാനോ കഴിയില്ല. എന്നാൽ നാം നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് ഉൽപ്പത്തി 1:26 ദൈവം പറയുന്നു. ത്രിയേക ദൈവം പറയുന്ന കാര്യമാണ്. നാം നമ്മുടെ സ്വരൂപത്തിൽ, അല്ലെ? ആ കാര്യം നമ്മൾ ചിന്തിക്കണം. നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ ഈ സ്വരൂപം അല്ലെങ്കിൽ ദൈവത്തിൽ എന്ന് പറയുമ്പോൾ, ദൈവത്തിന്റെ സ്വരൂപത്തിൽ എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമ്മള് അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് ദൈവം, ത്രിയേക ദൈവം ഒരുമിച്ച് പറയുന്നതായിട്ട് കാണാൻ കഴിയും. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ദൈവത്തിനുള്ളതുപോലെ ബുദ്ധി, ഇച്ഛ, വികാരം എന്നീ ത്രിവിധ ഗുണങ്ങളോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതാ മനസ്സിലാക്കേണ്ടത്. ഈ ത്രിവിധ ഗുണങ്ങളോടുകൂടിയാണ്. എന്തൊക്കെയാണ്? ബുദ്ധി, ഇച്ഛ, വികാരം. ഇത് മറ്റുള്ള യാതൊരു മൃഗങ്ങൾക്കും ഇല്ല. അത് മനുഷ്യന് മാത്രമുള്ള കാര്യങ്ങളാണ്. നോക്കണേ. അപ്പോൾ പിതാവിന്റെ മടിയിലിരിക്കുന്ന എന്നാണ് നമ്മൾ യോഹന്നാൻ 1:18 വായിച്ചത്. പിതാവിന്റെ മടിയിലിരിക്കുന്ന ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പിതാവിന്റെ മടി എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ മടിയിൽ നമ്മളൊരു കൊച്ചിനെ, ഒരു തള്ള ഒരു കൊച്ചിനെ മടിയിലിരുത്തുന്ന പോലെയുള്ള മടിയാണോ? അല്ല. അത് നമ്മൾ അതിന്റെ ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കണം. ഈ മടി എന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും സംസർഗത്തിന്റെയും സാമീപ്യത്തിന്റെയും അത്യുന്നതാവസ്ഥയാണ് മടി. മടി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹത്തിന്റെയും സംസർഗത്തിന്റെയും സാമീപ്യത്തിന്റെയും അത്യുന്നതാവസ്ഥ. അതാണ് ഈ മടിയിലിരിക്കുന്ന എന്ന പ്രയോഗം കാണിക്കുന്നത്. നമുക്കറിയാമല്ലോ, ധനവാനും ലാസറും. അപ്പം ലാസർ എവിടെ ഇരിക്കുന്നതായിട്ടാ കണ്ടേ? അബ്രഹാം പിതാവിന്റെ മടിയിൽ. നമ്മൾ ചിന്തിക്കണം. നമ്മള് ലൂക്കോസ് അതിന്റെ 16-ാം അധ്യായം 23-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ മടി എന്നുള്ളത് പദവിയുടെയും ഭദ്രതയുടെയും സ്ഥാനമാണ്. പിതാവിന്റെ മടി എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ല, ഒരു അനുഭവമാണ്. ഏകജാതനായ പുത്രൻ എന്നതിന് ഏകജാതനായ ദൈവം എന്നാണ് പല കയ്യെഴുത്ത് പ്രതികളിലും ഉള്ളത്. അപ്പം ഇവിടെ ഏകജാതനായ പുത്രൻ എന്ന് നമ്മുടെ ബൈബിളിൽ, മലയാളം ബൈബിളിലൊക്കെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ചില പരിഭാഷകളിൽ, ചില കയ്യെഴുത്ത് പ്രതികളിൽ ഏകജാതനായ ദൈവം എന്നാണ്. ഏകജാതനായ ദൈവം. പുത്രൻ എന്നതുകൊണ്ട് പ്രായക്കുറവിനെ അല്ല, പിതാവിന്റെ പ്രകൃതിക്ക് തുല്യനായവൻ എന്ന അർത്ഥമാണുള്ളത്. ദൈവത്തെ പിതാവേ എന്ന് ഈ സവിശേഷതകളിൽ യേശു തന്നെ ദൈവത്തെ പിതാവേ എന്ന്
ഈ സുവിശേഷത്തിൽ അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം 100 പ്രാവശ്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നാല് ഒരിക്കലും നമ്മുടെ പിതാവെന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ പിതാവെന്ന് പറഞ്ഞിട്ടില്ല. ആ വലിയ വ്യത്യാസം മനസ്സിലാക്കണം. ചിലര് അങ്ങനെ തെറ്റിദ്ധരിക്കും. അങ്ങനെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആകുകയില്ല. ആ പദവി ദൈവത്തിന് മാത്രമുള്ളതാണ്. അപ്പോൾ ഇവിടെ ഏകജാതനായ പുത്രൻ എന്നതിന് ഏകജാതനായ ദൈവം എന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചില കയ്യെഴുത്ത് പ്രതികളിലെല്ലാം വായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ പിതാവ് എന്ന് സുവിശേഷത്തിൽ, ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിതാവ്, അത് പുത്രൻ, പിതാവ് എന്ന പരിശുദ്ധാത്മാവ്, ആ ബന്ധത്തിലാണ്. അപ്പോൾ ഇത്ര വിശേഷപ്പെട്ട കാര്യമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇത് വളരെ വിലപ്പെട്ട ഒരു സത്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പുത്രനായ ദൈവം എന്നുള്ളത് അവിടുത്തെ നാമങ്ങളിലൂടെ തന്നെ ദൈവം ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ 2 കാര്യമാണ് പറഞ്ഞത്. ഞാനൊരു 10 കാര്യമെങ്കിലും നിങ്ങൾ ഓർപ്പിക്കാം എന്നാണ് ഈ നാമത്തോടുള്ള ബന്ധത്തിൽ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മുടെ സമയം ഏകദേശം തീരുന്നതുകൊണ്ട് ഞാനിവിടെ 2 വാക്കുകളിൽ നിർത്തുകയാണ്. ഒന്ന്, ദൈവപുത്രൻ, അത് ദൈവപുത്രനാണോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് താൻ ആകുന്നു എന്ന് പറഞ്ഞതാണ്. 2, ഏകജാതനായ പുത്രൻ. അപ്പോൾ അവിടെയും നമ്മൾ കണ്ടല്ലോ, എന്ന് പറഞ്ഞാല് ദൈവത്തോട് സമനായ യഥാർത്ഥ ദൈവമായ പുത്രൻ എന്നുള്ള അർത്ഥത്തിലാണ്. മാത്രമല്ല പിതാവിനോട് അതുപോലെ അടുത്ത് സഹവസിക്കുന്നവൻ, അവരുടെ ആ അടുപ്പം, അവരുടെ ആ സ്നേഹത്തിലുള്ള അവരുടെ ബന്ധം, ഇതിനെല്ലാം കാണിക്കുന്ന പ്രയോഗങ്ങളായിട്ടാണ് നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മളൊന്ന് അറിയുന്നത് എത്ര നല്ലതാണ്. അവിടുന്ന് ആരാണ്? അവിടുന്ന് നമുക്ക് വേണ്ടി എന്തായി തീർന്നു? ആ ക്രൂശിലെ മകര സ്നേഹത്തിൽ നമുക്ക് യഥാർത്ഥത്തിൽ ദൈവസ്നേഹത്തിന്റെ പ്രദർശനശാലയായ ക്രൂശിനെ കാണുമ്പോൾ നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ കാണുന്നത്? നമുക്ക് നമ്മുടെ കർത്താവിനെ വീണ്ടും വീണ്ടും അറിയാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ വളരെ പരിമിതമായിരിക്കുന്ന അറിവിൽ നമുക്ക് പരിശുദ്ധാത്മ സഹായത്തോടുകൂടി അതിനെ ശ്രേഷ്ഠമായി കാണാം, അറിഞ്ഞ് നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഈ അറിവിലേക്ക് വരാത്തവരെയും നമുക്ക് ഈ സത്യത്തിലേക്ക് നടത്തുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ പുതുവർഷം നിശ്ചയമായും എല്ലാവർക്കും നമുക്ക് ഒരു കർത്താവിനെ വെളിപ്പെടുത്തി ജീവിക്കുന്ന ഒരു ജീവിതമാക്കി മാറ്റാം. അതിന് കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.